ഗൾഫ് മേഖലയിലെ പ്രധാന നഗരങ്ങളിൽ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് സൈറണുകൾ മുഴങ്ങി. ഇസ്രയേലിന് പുറമെ അബുദാബിയിലെ ഖലീഫ തുറമുഖത്തും സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലകളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിന് മുന്നോടിയായും അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഗൾഫ് മേഖലയിലെ പ്രധാന നഗരങ്ങളിൽ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് സൈറണുകൾ മുഴങ്ങുകയായിരുന്നു. ഇസ്രയേലിന് പുറമെ അബുദാബിയിലും ഖലീഫ തുറമുഖത്തും സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലകളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ പല പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അടക്കം ലക്ഷ്യമിടുന്നുവെന്നാണ് ഇറാൻ സേന ഔദ്യോഗികമായി തന്നെ മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം അമേരിക്കൻ സേന ഇറാനിലേക്ക് പ്രവേശിച്ചാൽ നേരിടാൻ 70 ലക്ഷം ഇറാൻ പൗരന്മാർ സജ്ജരാണെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും വ്യക്തമാക്കിയത്. വിരമിച്ച സൈനികരെ തിരിച്ചു വിളിച്ചും അർദ്ധ സൈനിക വിഭാഗമായ ബാജസ് ഫോഴ്സിൽ കുട്ടികളെ ഉൾപ്പെടെ ചേർത്തും വലിയ തോതിലുള്ള സൈനിക പ്രചാരണമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ മണ്ണിലിറങ്ങുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ലെന്ന് ഇറാൻ കരസേനാ മേധാവി മേജർ ജനറൽ അമീർ ഹാത്തമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങൾ ഇനിയും പുറത്തെടുത്തിട്ടില്ലെന്നും രാജ്യത്തിന് അതീവ രഹസ്യമായ ആയുധ ശേഖരവും ഫാക്ടറികളും ഉണ്ടെന്നും ഇറാൻ സായുധസേന വക്താവും വെളിപ്പെടുത്തി. നിലവിൽ ശത്രുക്കൾ ബോംബിട്ട് തകർത്ത കേന്ദ്രങ്ങൾ അപ്രധാനമാണെന്നും യഥാർത്ഥ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ അവർക്ക് അജ്ഞാതമാണെന്നുമാണ് ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം ദുൽഫഹാരി കൂട്ടിച്ചേർത്തത്. ഗൾഫ് മേഖലയാകെ യുദ്ധഭീതിയിലാത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.